മണിപ്പൂരിൽ തുടർച്ചയായി 2 തവണ ഭൂചലനമുണ്ടായി. ആദ്യം 5.7 തീവ്രതയും രണ്ടാം തവണ 4.1 തീവ്രതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, അത്യാവശ്യം തീവ്രതയുള്ള ഭൂചലനമാണ്. വലിയ നാശനഷ്ടങ്ങളുണ്ടോ? ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ 11:06 5.7 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ആദ്യം ഉണ്ടായത് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ജോർപോക്ക് എന്ന സ്ഥലത്ത് നിന്ന് 44 കിലോമീറ്റർ അകലെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമായി റിപ്പോർട്ട് ചെയ്തത്. ഈ ഭൂചലനം മാത്രമല്ല അസം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗത്തെയും ബാധിച്ചിട്ടുണ്ട്. ആളുകൾ ഭയപ്പെട്ടു നിൽക്കുന്നതിനിടയിൽ 12:20 രണ്ടാമത്തെ തുടർ ഭൂചലനം ഉണ്ടായി. 4.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. മണിപ്പൂരിലെ ചില കെട്ടിടങ്ങളിൽ വിള്ളൽ ഉണ്ടായതായ റിപ്പോർട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് കെട്ടിടം തകർന്നു വീഴുകയോ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആളപായം സംഭവിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തുടർച്ചയായി ഉണ്ടാവുന്ന രണ്ടാമത്തെ ഭൂചലനമാണിത്. നേരത്തെ ഡൽഹി ഒപ്പം തന്നെ ബീഹാർ സംസ്ഥാനങ്ങളിലും ഒരേ ദിവസം ഭൂചലനം ഉണ്ടായിരുന്നു. രണ്ടിടങ്ങളിലും കാര്യമായ നാശനഷ്ടം അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും സംഭവിച്ചിട്ടില്ല. ശരി, എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ 2 തവണ ഭൂചലനം ഉണ്ടായി മണിപ്പൂരിൽ. അനൂപ് വിവരങ്ങൾ നൽകിയത്.